بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله حدثنا عبد الرحمن بن المبارك قال حدثنا حماد بن زيد قال حدثنا أيوب ويونس كلاهما عن الحسن عن الأحنف بن قيس قال ذهبت لأنصر هذا الرجل فلقيني أبو بكرة فقال أين تريد؟ قلت أنصر هذا الرجل قال ارجع فإني سمعت رسول الله صلى الله عليه وسلم يقول إذا التقى المسلمان بسيفيهما فالقاتل والمقتول في النار فقلت يا رسول الله هذا القاتل فما بال المقتول؟ قال إنه كان حريصا على قتل صاحبه. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഹദീസ് ബുഖാരിയിലെ 31-ാമത്തെ ഹദീസ്, വളരെ പ്രധാനപ്പെട്ട മത്നും ശറഹുമാണ്, വളരെ പ്രധാനപ്പെട്ട സനദാണ്. ആ സനദിലെ ഇമാമികൾ പറ്റിയാണ് നാം ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അവരെ സംബന്ധിച്ച് അല്പം നാം വിശദീകരിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ആണ് അവരുടെ സദസ്സിൽ വെച്ച് ചോദിക്കപ്പെട്ട ചോദ്യത്തിനിക്ക് ഹസൻ ബസരി മറുപടി പറയുന്നതിൻ്റെ മുമ്പ് വാസിൽ ഇബ്നു അത്താ എന്ന് പറയുന്ന ഒരു മഹാബുദ്ധിമാനായിരുന്ന ഒരു വ്യക്തി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് കുറേ ദൂരം പോയി. വൻദോഷം ചെയ്തവൻ മുസ്ലിമുമല്ല കാഫിറുമല്ല, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരുത്തനാണ്. അവൻ നരകത്തിൽ ശാശ്വതമാകുന്നവനാണ്. അതോടുകൂടെ നരകത്തിൽ നിന്ന് നരകത്തിൽ കാഫിറിൻ്റെ അത്ര തന്നെ ഭയാനകമായ ശിക്ഷ ഉണ്ടാവില്ല, നരകത്തിൽ മുഖല്ലദും പിന്നാറാണ് എന്നുള്ള വിഷയം അവൻ അങ്ങനെ സമർപ്പിച്ചപ്പോൾ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, ഖദ് ഇഅ്തസല അന്നാ, അവൻ നമ്മളെ തൊട്ട് മാറി നിന്നവനാണ്, വിട്ടു നിന്നവനാണ്. അങ്ങനെയാണ് അവർക്ക് ആ ഒരു വിഭാഗത്തിലേക്ക് അദ്ദേഹത്തിലേക്ക് മുഅ്തസിലി എന്നും അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിലേക്ക് മുഅ്തസിലിയാക്കൾ എന്നും പേര് കൊടുത്തത്. ആ പറഞ്ഞ വാസിൽ ഇബ്നു അത്താ വലിയ ബുദ്ധിമാനാണ്, വലിയ സാഹിത്യകാരനാണ്. ഒരു ഐബുണ്ടായിരുന്നു അദ്ദേഹത്തിലേക്ക് റാ എന്ന അക്ഷരം ഒഴിയാൻ കഴിയില്ലായിരുന്നു. അത് വേറെ എന്തെങ്കിലും ഉച്ചാരത്തിൽ അൽസഖാണ് അദ്ദേഹം. പക്ഷേ വലിയ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പരതി നോക്കുമ്പോൾ കാണാം വലിയ വലിയ പ്രഭാഷണങ്ങൾ, ഖുത്ബകൾ കാണാം. ആ ഖുത്ബകളിൽ മഷൂറായ ഖുത്ബുണ്ട്. ആ ഖുത്ബയെല്ലാം റാ എന്ന അക്ഷരം ഉച്ചരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. റാ ഇല്ലാതെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. വലിയ ആൾ തന്നെയാണ്. പക്ഷേ ഇമാമിയങ്ങളെ, മഹാന്മാരെ ധിക്കരിച്ചു. അവർ പോകുന്ന പന്താവിൽ നിന്ന് വിട്ടുതിരിഞ്ഞു. അതുകൊണ്ട് അന്ന് മുതൽ അദ്ദേഹം മുബ്തദിയായി മാറി. അതാണ് ആ സനദിൽ 5-ാമത്തെ പേരാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. 6-ാമത്തെ ആള് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അവരെ വിളിക്കുന്ന പേര് അബൂ ബഹർ ബിൻ ഖൈസ് എന്ന്. അവരുടെ പേര് ലഹാക്ക് എന്നവരാണ്. ലഹാക്ക് എന്നവരുടെ പേര്. വേറെ പറയും അഭിപ്രായങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ചവരാണ്.
അതാ മുഖ്ലറമാണ് എന്നാ പറയാം. നബി തങ്ങളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് റാജിഹ്. എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ 13, 14 വയസ്സുള്ള ആളാണ്. എന്തായാലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊണ്ട് മുസ്ലിമായവരാണ്. തമീമി ഗോത്രക്കാരനാണ്. മഹാനവർകളുടെ ഒതുക്കം, അമർച്ച, അതുകൊണ്ട് എടുത്തു പറയപ്പെടുന്ന ആളാണ്. വഹിൽമുഹു യുദ്റബു ബിഹിൽ മസലൂന, അവരുടെ ഒതുക്കവും അമർച്ചയും അതുകൊണ്ട് മസല് പറയപ്പെടും. ആരെന്ത് ചെയ്താലും വളരെ സൂക്ഷ്മതയോടുകൂടെ മാത്രം പരിഗണിക്കുകയും എടുത്തുചാട്ടം തീരെ ഇല്ലാത്തവരുമാണ്. അവർ ബനൂ തമീമിലെ ഒരു ഇടത്തരം കുടുംബത്തിനാണ് ജനിച്ചിട്ടുള്ളത്. ജനിക്കുമ്പോൾ അവരുടെ 2 കാലിൻ്റെ തണ്ടാവിരൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. അതുപോലെ ചന്തിയും ഒട്ടിപ്പിടിച്ചിരുന്നു. പിന്നീട് അതെല്ലാം വിടർത്തിയതാണ് ഓപ്പറേഷൻ ചെയ്ത്. അതോടുകൂടെ നടക്കല് 2 കാലിൻ്റെയും പുറംഭാഗം ചവിട്ടിക്കൊണ്ടാണ്, മടക്കി ചവിട്ടിക്കൊണ്ടാണ്. കാല് മടക്കിയല്ല, പുറംഭാഗം 2 ഭാഗത്തേക്കും വെച്ചുകൊണ്ട് നടക്കുന്ന മൊടന്തനായിരുന്നു. അതുകൊണ്ടാണ് അഹ്നഫ് എന്ന് പേര് നൽകിയത് തന്നെ. മൊടന്തൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. വേറെയും അർത്ഥങ്ങൾ പറഞ്ഞവരുണ്ട് അഹ്നഫിനിക്ക്. നടക്കുമ്പോൾ 2 കാലും തമ്മിൽ കൂട്ടിമുട്ടുന്നവർ, ആ അർത്ഥവുമുണ്ട്. ഏതായാലും മൊടന്തനാണ്, 2 കാലും തമ്മിൽ കൂട്ടിമുട്ടും. തീരെ വലിപ്പമില്ലാത്തവരാണ്, കുള്ളരാണ്. അതുപോലെ ചെറിയ തലയാണ്. 2 വായയിൽ ഓരോരോ പല്ലിൻ്റെ സ്ഥാനത്ത് ഈ 2 പല്ലുകളായി വന്ന്, അങ്ങനെ കണ്ണാണെങ്കിൽ കോങ്കണ്ണനാണ്. അവരെ സംബന്ധിച്ച് പറയല്, ജന്മനാൽ എന്തെല്ലാം ഐബുകൾ ഒരാളെ സംബന്ധിച്ച് പറയാൻ പറ്റുമോ അത് മുഴുവനും ഒരുമിച്ച് കൂട്ടിയവരായിരുന്നു ബഹുമാനപ്പെട്ട അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അതോടുകൂടെ അവര് ആ കൗമിലെ നേതാവാണ്, ഭരണാധികാരിയാണ്. ലോകത്ത് ധാരാളം യുദ്ധങ്ങളിലുള്ള സൈന്യാധിപനാണ്, ഫാരിസാണ്. പക്ഷെ ഇത്രമാത്രം ചെറിയ ആളാവലോട് കൂടെ ശരീരത്തിലേക്ക് മുഴുവനും ഐബുണ്ടാവലോട് കുതിരന്റെ മുകളിൽ കയറിയാൽ വലിയ പടയാളിയായിരുന്നു. സ്വന്തമായി ദ്വന്ദ്വയുദ്ധം നടത്തുന്നവരായിരുന്നു. ശുജായിയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ്റെ അടുത്തുള്ള പഴയകാലത്ത് ഇറാഖിൻ്റെ ഭാഗമായ മുർച്ചാഖ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മറുകാബ് നദിയുടെ തൊട്ടടുത്തുള്ള വലിയ നദിയാണത്. ആ നദീക്കരയിലുള്ള ആ മുർച്ചാഖ് എന്ന് പറയുന്ന ആ സ്ഥലം, അത് കീഴടക്കിയത് മഹാനായ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവാണ്. ഹുവല്ലദീ ഇഫ്തതഹ മുറുറോദ്, അതിലേക്കാണ് മുർച്ചാഖ് എന്ന പേരിൽ പറയപ്പെടുന്നത്. ഭൂപടത്തിൽ നോക്കിയാൽ കാണാം, മുർച്ചാഖ് എന്നടിച്ചാൽ കാണാം. എന്ന് പരിശോധിച്ചാൽ അതിൻ്റെ ഭൂപടം കാണാം. വലിയ സ്വാധീനമുള്ള, ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന വലിയ ശത്രു സൈന്യമുണ്ടായിരുന്ന നാടാണ്. അവരുടെ പ്രത്യേകത ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. അതുപോലെ ഹസൻ ബസരിയെ പോലെ തന്നെയുള്ള മഹാനായ ഹസൻ ബസരിയാണോ മുഹമ്മദ് ബിൻ സിരീനാണോ വലിയത് എന്നതിൻ്റെ ചർച്ച ഉള്ളൂ. അങ്ങനെയുള്ള മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു, അവർ രണ്ടാളും ബഹുമാനപ്പെട്ട അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യങ്ങളിൽ ഉണ്ടായിരുന്നവരാണ്. അവരെല്ലാം വലിയ വലിയ പടയാളികളാണ്. അങ്ങനെ ധാരാളം യുദ്ധങ്ങളിൽ
പട നയിച്ചവരാണ് ബഹുമാനപ്പെട്ട അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. ബനൂ സമീം കബീലക്കാരുടെ നേതാവാണ് അവർ. ധാരാളം ചരിത്രങ്ങളുള്ള മഹാനാണ്. ഈ പറഞ്ഞ ഹദീസിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജമൽ യുദ്ധത്തിലേക്ക് അഹ്നഫ് ബിൻ ഖൈസ് സൈന്യത്തോടു കൂടെ പോകുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇർജി എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് ഹദീസും ഓതി കൊടുത്തപ്പോൾ, ആ ഹദീസിനെ ബഹുമാനിച്ചിട്ട് മഹാനവറുകൾ അക്കൊല്ലം ജമൽ യുദ്ധത്തിലേക്ക് പോയില്ല. എന്നാൽ പിന്നീട് നടന്ന സിഫി യുദ്ധത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലങ്കയ്യായി പ്രവർത്തിക്കുകയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിരയെ നിയന്ത്രിച്ചിരുന്നത് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അല്ല, ബഹുമാനപ്പെട്ട അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈ ഹദീസിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് മഹാനവറുകൾ മടങ്ങി, ഖുർആൻ്റെ ലാഹിറിലേക്ക് മടങ്ങി. അതിൻ്റെ വിഷയങ്ങൾ, ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ നാം മുമ്പ് വിശദമായി ഹദീസിൻ്റെ തുടക്കത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ വഫാത്തുള്ളത് കൂഫയിലാണ്. സനത്ത് 67 ഫി ഇമാറത്തി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഖലീഫയായ കാലത്ത് ഹിജ്റ 67 വഫാത്ത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യത്തിൻ്റെ സിഫീനിൽ സൈന്യത്തിൻ്റെ നേതാക്കളിൽപ്പെട്ട, സൈന്യം നിയന്ത്രിച്ചിരുന്ന വലിയ സൈന്യാധിപന്മാരിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. മഹാനായ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ധാരാളം ചരിത്രങ്ങളുടെ മഹാനാണ്, പഠിക്കേണ്ട ചരിത്രമാണ്. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ, അതുപോലെ താബീങ്ങളുടെ കൂട്ടത്തിൽ സാധാരണക്കാർ എങ്ങനെ അങ്ങനെ പദവിയിലെത്തി എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ വലിയവരായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മഷൂറാണല്ലോ. ഇൽമ കൊണ്ട് മഷൂറാണ്, തന്ത്രം കൊണ്ട് മഷൂറാണ്, യുദ്ധ പടയാളിയാണ്, അബൂജാഹിലിന്റെ തല വെട്ടിയെടുത്തവരാണ്. അവരും യഥാർത്ഥത്തിൽ ഒരു ചെറിയ മനുഷ്യനായിരുന്നു, തീരെ തടിയില്ലാത്ത, തീരെ നീട്ടമില്ലാത്ത, സാധാരണ ഒരാൾ ഇരുന്നാൽ അവർ നിൽക്കുകയും ചെയ്ത ഒരു വലുപ്പത്തിലുള്ളവരാണ്. അവർ സ്വഹാബത്തിനെ കുറിച്ച് എത്ര വലിയവരാണ്. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദ്വന്ദ്വയുദ്ധം നടത്തിയത്, ഏറ്റവും വലിയ ശുജായി ആരാന്ന് ചോദിച്ചാൽ അത് ബറാഅ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അവർ ചെറിയ മനുഷ്യനായിരുന്നു. എന്നമാതിരി അഹ്നഫ് ബിൻ ഖൈസ് ചെറിയവർ മാത്രമല്ല, എല്ലാവിധ വൈകല്യങ്ങളുമുള്ളവരായിരുന്നു. അതോടുകൂടെ വലിയ സൈന്യാധിപരായിരുന്നു. അല്ലാഹു തആല ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു വൈകല്യവും പ്രശ്നമല്ല. അഹ്നഫ് ബിൻ ഖൈസ് തങ്ങൾ പറയാണ്, അന അതൂഫുൽ ബൈത ഫീ സമനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഞാൻ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലഖിയനി റജുലുൻ മിൻ ബനീ ലൈസ്. ബനൂ ലൈസ് കബീലയിൽപ്പെട്ട ഒരു മനുഷ്യൻ എന്നെ കണ്ടെത്തിച്ചു. ഫഅഖദ ബിയദി, അയാൾ എൻ്റെ കൈ പിടിച്ചു. ഫഖാല, എന്നിട്ട് ആ റജുല് പറഞ്ഞു, അലാ ഉബശ്ശിറുക, ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. ഖുൽതു ബല, ഞാൻ പറഞ്ഞു അതെ. ഖാല അമാ തദ്കുറു ഇദ് ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ഖൗമിക ബനീ സഅദ് അദ്ഊഹും ഇലൽ ഇസ്ലാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ കൗമിലേക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി എന്നെ അയച്ചപ്പോൾ ഉള്ള സംഭവം ഞാൻ അവിടെ വന്ന് ജനങ്ങളോട് റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പറഞ്ഞു. ഇസ്ലാം അവിടെ മേൽ ഞാൻ പ്രകടമാക്കി. ആ സമയത്ത് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് അടുത്തു വന്നു. എന്നിട്ട് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, അത് നിങ്ങൾ ചെറുപ്പക്കാരനാണ്, 10, 11, 12 വയസ്സേ ഉള്ളൂ. നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഇന്നഹു യദൂ ഇലാ ഖൈർ വമാ അസ്മഉ ഇല്ലാ ഹസനാ. അവരുടെ ഭാഷ അഹ്നഫ് ബിൻ ഖൈസ് അതിൽ യാതൊരു വൈകല്യം ഉണ്ടായിരുന്നില്ല. വലിയ സാഹിത്യകാരനായിരുന്നു,
മാത്രവുമല്ല സ്വന്തം ആവശ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ കബീലക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടിയാണ് സംസാരിക്കുക. അതിൻ്റെ വലിയ ഭാഷയിൽ ചെറുപ്പത്തിലുള്ള സ്വഭാവം. അതാ സ്വഹാബി അഹ്നഫ് കൈസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയാണ്, ഞാൻ അവിടെ വന്നപ്പം നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഈ പറയുന്ന ആള് ഖൈറാണ് പറയുന്നത്, നല്ലതാണ് അദ്ദേഹത്തിൻ്റെ വക്കിൽ നിന്ന് കേൾക്കുന്നത്, നന്മ മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അഹ്നഫ്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അഹ്നഫ് എന്ന് റസൂലുള്ളാഹി അന്ന് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണാതെ. അഹ്നഫ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയുമായിരുന്നു, ഫമാ ശൈഉൻ അർജാ ഇൻദി മിൻ ദാലിക. ഈ ഒരു വാക്ക് അല്ലാഹുവിൻ്റെ റസൂൽ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ അഹ്നഫ് എന്ന് പറഞ്ഞു എന്നൊരു സ്വഹാബി എന്നോട് പറഞ്ഞതാണ്. ആ പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ ആ ദുആനേക്കാൾ എനിക്ക് പ്രതീക്ഷയുള്ള ഒരു അമലുമില്ല. ഇമാം അഹ്മദ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയും, മാ റഅയ്തു ശരീഫ ഖൗമിൻ കാന അഫ്ളല മിനൽ അഹ്നഫ്. അഹ്നഫിനേക്കാളും ഒരു അഫ്ളലായ ഒരു കൗമിൻ്റെ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. നേതാവ് ആരാണോ അഹ്നഫിനെ കണ്ടുപിടിക്കണം. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അഹ്നഫും തമ്മിൽ ദീർഘമായ ചരിത്രങ്ങളുണ്ട്. ഒരു വർഷം അഹ്നഫിനെ ബഹുമാനപ്പെട്ട ഇമാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ബന്ദികളെ പോലെ നിർത്തിയിട്ടുണ്ട്, പുറത്തിറങ്ങാൻ പറ്റാതെ നിർത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് വിശദമായ പഠനത്തിന് വേണ്ടി അവസാനം പറഞ്ഞു, നിങ്ങളെ ചേരും കോരും കാണുമ്പോൾ ബുദ്ധിമാനായ മുനാഫിക്കല്ല എന്ന് തോന്നാമെങ്കിലും അതല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇതുപോലെ ഇവിടെ നിർത്തിയത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം. ഉമർ സപ്പോർട്ടാണ്. മുമ്പ് അബൂ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് പ്രായമായപ്പോൾ ആളുകൾ പറഞ്ഞു, നിങ്ങൾ കുറേ പ്രായമായിട്ടുണ്ട്, നിങ്ങൾ ഈ സ്ഥിരമായി നോൽമ് നോൽക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ബലഹീനത ഉണ്ടാക്കി തീർക്കും. മഹാനവറുകളുടെ മറുപടി, ഇന്നി അഅ്തുഹു ലിസഫരിൻ തവീൽ. ദീർഘമായ ഒരു സഫർ യാത്രക്ക് വേണ്ടി ഞാൻ ഒരുങ്ങല്ലേ, തടി ക്ഷീണിക്കുന്നു എന്ന് വിചാരിച്ച് യാത്രക്ക് ഒരുങ്ങാതെക്കാൻ പറ്റുമോ? ദീർഘമായ യാത്ര മുമ്പിലല്ലേ, അതിനു വേണ്ടി ഒരുങ്ങാണ്. മഹാനവറുകൾ രാത്രിയിൽ അധിക സമയവും നിസ്കരിക്കുന്നവരായിരിക്കും. രാത്രി ഉറക്ക് വളരെ കുറവുള്ള ആളാണ്. നിസ്കാരമാണ് രാത്രിയിലുള്ള അവരുടെ അമല്. ചിലപ്പോൾ രാത്രിയിൽ വിളക്ക് കത്തുമ്പോൾ വിളക്ക് മേൽ കൈവെക്കും, കയ്യിനെ ചൂടാക്കും, എന്നിട്ട് പറയും, നീ അനുഭവിക്ക്, നീ ഒന്ന് അനുഭവിക്ക് ചൂട്. മാ ഹമലക യാ അഹ്നഫു അലാ അൻ സനഅത കദാ യൗമ കദാ. ഓരോരോ അവർ ചെയ്തതായ അവർ വക്കിൽ നിന്ന് വന്ന് പോയതായ ചെറിയ ചെറിയ പോരായ്മകൾ ഓരോന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ട് ചോദിക്കും. സ്വന്തം നഫ്സിനോട് ഹിസാബെടുക്കും. മഹാന്മാരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള എല്ലാ സ്വഹാബി വലിയോരെ മുഴുവൻ ചെയ്തിരുന്ന പണിയാണ് സ്വന്തം നഫ്സിനെ ഹിസാബെടുക്കുക. അത് കീഴിൽ പ്രത്യേകമായി തസൗഫിന്റെ ഇമാമിങ്ങൾ എല്ലാ കിതാബും പ്രത്യേകം പറഞ്ഞതാണ്, സ്വന്തം ഹിസാബെടുക്കണം. അനൂഫ് ബിൻ ഖൈസ് അതിൻ്റെ ആളാണ്. രാത്രിയായ കയ്യെ വേല ചൂടത്ത് വെച്ച് ചൂടാക്കുക, അനുഭവിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം പറയും, നീ ഇന്ന ദിവസം ഇന്ന തെറ്റെന്തിന് ചെയ്തു, ഇന്ന കാര്യം എന്തിന് പറഞ്ഞു, ഇന്ന കാര്യം എന്തിന് വിചാരിച്ചു, ഇന്നതിലേക്ക് എന്തിന് നോക്കി. അങ്ങനെ ഓരോന്നോരോ നിസാബെടുക്കുന്നവരായിരുന്നു മഹാനായ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രയോഗമാണ്, അജിബ്തു ലിമൻ യജ്രി ഫീ മജ്റൽ മൗലി മർറതൈനി കൈഫ യതകബ്ബറു. മൂത്രദ്വാരത്തിൽ കൂടെ 2 പ്രാവശ്യം നടക്കുന്ന ഒരു മനുഷ്യൻ, അവന് അഹങ്കരിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ അത്ഭുതപ്പെടലുണ്ട് പലപ്പോഴും. മനുഷ്യൻ്റെ വരവ് 2 പ്രാവശ്യം മൂത്രദ്വാരത്തിൽ കൂടെയാണല്ലോ. ഒന്ന് ഉപ്പാൻ്റെ മുതുകിൽ നിന്ന് ഗർഭപാത്രത്തിലേക്കുള്ള പോക്ക് മൂത്രദ്വാരത്തിൽ കൂടെ,
തിരിച്ച് ഭൂമിയിലേക്കുള്ള വരവ് ഉമ്മാന്റെ മൂത്രദ്വാരത്തിൽ കൂടെ. ഈ 2 പ്രാവശ്യം മൂത്രദ്വാരത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണ ഇവന് എന്ത് പൊന്താനാണ്? ഞാൻ എന്നും മഹാനുകൾ ചോദിക്കലുണ്ട്. മഹാനുകൾ മറ്റൊരു ഹിക്മത്തുകൾ നേരത്തെ പറഞ്ഞല്ലോ, ഹിക്മത്ത് തന്ത്രത്തിൽ അവരെ കവിച്ച് വെച്ചിട്ടേ ഒരാളുള്ളൂ എന്ന് മഹാന്മാർ പറഞ്ഞില്ലേ? അവർ ഹിക്മത്തിൽപ്പെട്ട ഒന്നാണിത്. എന്നോട് ആര് തർക്കിക്കാമെന്നൊക്കെയാണെങ്കിലും ഞാൻ അവനെ പറ്റി ഒന്ന് ചിന്തിക്കും. ചിന്തിച്ചാൽ അവൻ എന്നെക്കാളും വലിയ ആളാണെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മഹത്വം വലിയ ആളാണ് എന്നുള്ളത് ഞാൻ സമ്മതിച്ചു കൊടുക്കും. തിരിച്ചൊന്നും പറയാം, തിരിച്ചെടുക്കാൻ നോക്കൂ, തിരിച്ച് പറയാനോ തിരിച്ച് ഉപദ്രവിക്കാനോ നോക്കൂല. കാരണം വലിയ ആളല്ലേ. അദ്ദേഹം എൻ്റെ താഴെ ഉള്ള ആളാണെങ്കിൽ ഓൻ ചെയ്തതുപോലെ ചെയ്യണ്ട എന്ന് മനസ്സിലാക്കി റഫഅതു ഖദ്രി അൻ, എൻ്റെ ഖദറിനോനേക്കാളും ഞാൻ ഉയർത്തും. അദ്ദേഹം എന്നേക്കാളും താഴെ ഉള്ളവനാണോ അല്ല എൻ്റെ തുല്യനാണോ എൻ്റെ കിടക്കാരനാണോ, ഓനേക്കാളും വലുതാവാൻ ഞാൻ ശ്രമിക്കും. അതിനും ഞാൻ തിരിച്ചടിക്കാൻ നിൽക്കൂല, ഓൻ ചെയ്ത ഞാൻ ചെയ്യൂല. ആ വാക്ക് മനസ്സിലാക്കിയിട്ട് കണ്ട നല്ലതാ. മാ നാസഅനി അഹദുൻ ഇല്ലാ അഖദ്തു അംരി ബി ഉമൂരിൻ ഇൻ കാന ഫൗഖി അറഫ്തു ലഹു വഇൻ കാന ദൂനി റഫഅതു ഖദ്രിയൻ വഇൻ കാന മിസ്ലി തഫല്ലൽതു അലൈഹി. സിയറു അഅലാമിൻ നുബലായിൽ ഉള്ളതാണ്. ചരിത്രങ്ങൾ മുഴുവനും ധാരാളമുണ്ട്. ഒരു ദിവസം അനഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഇതിലൊരു അയറാബി വന്നു. അനഫ് റളിയല്ലാഹുവിന്റെ മുഖത്തടിച്ചു. അയറാബിനോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കട്? അപ്പൊ അയറാബി പറഞ്ഞു, ബനൂ തമീമിലെ സയ്യിദിനെ ഞാൻ അടിച്ചാൽ എനിക്ക് വലിയ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒട്ടകങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ ആളുകള്, അതിനു വേണ്ടിയാണ് അടിച്ചത് നിങ്ങളെ. പറഞ്ഞു, ഈ കുള്ളനായ വിരൂപിയായ ഞാനെങ്ങനെ ബനൂ തമീമിന്റെ നേതാവാകുക? ആ കാണുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കാട്ടിക്കൊടുത്തു. വലിയ സുജായിയാണ്, വലിയ ഐറ്റും വെയിറ്റുള്ള വലിയ പോക്കിരിയ, അയാളെ കാണിച്ചു കൊടുത്തു. അപ്പൊ അയറാബി പോയി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടിക്കാൻ വേണ്ടി ചെന്നപ്പോ അദ്ദേഹം അയറാബിന്റെ കൈ പിടിച്ചു, കൈ കടിച്ചു, കൈ മുറിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അതിന് തന്നെയാണ് പറഞ്ഞയച്ചത്, കാരണം കിട്ടട്ടെ ചേട്ടനെ പറഞ്ഞയച്ചത്. ഒരു ദിവസം അനഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഒരാൾ തർക്കിച്ചപ്പോ ആ തർക്കിച്ച ആള് അഹ്നഫിനോട് പറയാണ്, നീ 1 പറഞ്ഞാല് ഞാൻ 10 തിരിച്ചു പറയും. അനഫ് ബിൻ ഖൈസിനോട് ആള് പറയാ, നീ എന്നോട് 1 പറഞ്ഞ 10 തിരിച്ചു പറയും. നമുക്ക് മനസ്സിലാക്കാനുള്ള ഇന്നത്തെ കാലത്ത് പ്രത്യേകം മനസ്സിലാക്കാനുള്ളതാ. അപ്പൊ അഹ്നഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ? ലാകിന്നക ഇൻ ഖുൽത 10 ലം തസ്മഉ വാഹിദ. നീ എന്നോട് 10 പറഞ്ഞാൽ എന്നിൽ നിന്ന് 1 പോലും കേൾക്കൂല, ഞാൻ തിരിച്ചു പറയില്ല. അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹു അവരും തമ്മിലുള്ള ധാരാളം വിഷയങ്ങളിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും പലപ്പോഴും അമീറായിട്ടുണ്ട്. ചരിത്രം വളരെ ദീർഘമാണ്. ആവശ്യമുള്ളവർ അത് ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ധാരാളം കാണും. വലിയ മഹത്വമുള്ള മഹാനാണ് മഹാനവർകൾ. 7ാമതായി നമ്മുടെ സനദിൽ വരുന്നത് ബഹുമാനപ്പെട്ട സ്വഹാബിയുൽ ജലീൽ അബൂബക്ര റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ പേര് നുഫൈ എന്നാണ്. നുഫൈ. അവരുടെ പിതാവിൻ്റെ പേര് ഹാരിസ് എന്നാണ്. ബിൻ കലദ. ഹാരിസിന്റെ പിതാവ് കലദ എന്നവരാണ്. ത്വായിഫുകാരനാണ്. ത്വായിഫ് യുദ്ധം നടക്കുമ്പോൾ, തഖീഫ് യുദ്ധം നടക്കുമ്പോൾ മഹാനവർകൾ ഒരു ബക്കറത്ത് എന്ന കപ്പി എന്നാണ്. ആ കപ്പി ഉപയോഗിച്ച് കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങി റസൂലുള്ളാഹിലേക്ക് വന്നവരാണ് മുസ്ലിമായും കൊണ്ട്.
ആ യുദ്ധവേളയിൽ വന്നവരായത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമ എന്നാണ് പറയുന്നത്. നബി തങ്ങൾ ഇത്തിക്ക് ചെല്ലിയവരാണ്. റസൂലുള്ളാഹിന്റെ മൗല അബൂബക്കറ മൗല റസൂലില്ലാഹി എന്നൊരു പേരും കൂടി അവർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തിക്ക് വിട്ടവർ. وعتقه رسول الله صلى الله عليه وسلم وهو معدود في مواليه وكان من فضلاء الصحابة وصالحهم. സ്വഹാബത്തിൽ നിന്നുള്ള നേതാക്കന്മാരിൽപ്പെട്ടവരും സ്വഹാബത്തിൽ നിന്നുള്ള വലിയ വലിയ ഇബാദത്ത് ചെയ്യുന്നവരെ കുറിച്ചിൽപ്പെട്ടവരാണ്. സ്വഹാബത്ത് മുഴുവനും സ്വാലിഹീങ്ങൾ എന്നല്ലേ. അപ്പോൾ സ്വാലിഹീഹിം എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിൽ നിന്ന് സ്വാലിഹീങ്ങളായി അല്ലാഹു തആലാന്റെ ഇബാദത്തിനായി മാത്രം മുഴുകിയവരായി അറിയപ്പെടുന്നവരാകുന്നു. ബസറയിൽ വഫാത്താകുന്നത് ഹിജറ 52 അതുവരേക്കും മഹാനവറുകൾ ഇബാദത്തിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നവരായിരുന്നു. മറ്റൊരു ജോലിയും ഇല്ലാത്തവരായിരുന്നു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിൽ നിന്ന് ഇബാദത്തിന് മാത്രം നിൽക്കുന്ന മഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് 132 ഹദീസ് അവരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അധിക ഹദീസിൻ്റെയും റാവി ഈ സനദിൽ പറഞ്ഞതുപോലെ തന്നെ അബൂ അഹ്നഫ് ബിൻ ഖൈസ്, അവർ ശിഷ്യനായിട്ട് ഹസൻ ബസരി, അങ്ങനെയാണ് വരുന്നത്. 132 ഹദീസാണ് അവർ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് 8 മുത്തഫഖ് അലൈഹിയാണ്. 8 ഹദീസ് മുത്തഫഖ് അലൈഹി. മുസ്ലിമിലില്ലാതെ ബുഖാരിയിൽ മാത്രമുള്ള അബൂബക്കറിന്റെ ഹദീസ് 5. ബുഖാരിയിലില്ലാതെ മുസ്ലിമിൽ മാത്രമുള്ളത് 1. അങ്ങനെ ബുഖാരിയിലും മുസ്ലിമിലുമായി 14 ഹദീസ് അവരതുണ്ട്. ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ഉള്ളത് 132 ഹദീസ്. അവരുടെ പ്രധാന ശിഷ്യന്മാർ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അവർ 2 മക്കള് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ഇവിടെ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ മഹാന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ റാജിഹ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്, അവരുടെ നിന്ന് ഹദീസ് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് എന്നാണ്. കാരണം നാം ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഹദീസ് ഇവിടെ കിതാബുൽ ഈമാനിൽ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് അഹ്നഫ് ബിൻ ഖൈസിനെ തൊട്ടാണ്. അഹ്നഫ് ബിൻ ഖൈസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു തൊട്ട്. എന്നാൽ ഇതേ ഹദീസ് ബുഖാരിയിൽ തന്നെ ഹസൻ ബസരി അബൂബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അഹ്നഫ് ബിൻ ഖൈസ് ഇല്ലാതെ. ഇമാം ബുഖാരി പറയുന്നുണ്ട്, ഖാല അലി ഇബ്നുൽ മദീനി ഇന്നമാ സഹ ഇൻദനാ സമാഉൽ ഹസനി മിൻ അബീ ബക്രത ബിഹാദൽ ഹദീസി. ഈ ഒരു ഹദീസ് കൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകുന്ന സ്വഹാബിയിൽ നിന്ന് മഹാനായ സ്വഹാബിയുൽ ജലീൽ 300ഓളം സ്വഹാബികളോട് കൂടെ ഞാൻ യുദ്ധം ചെയ്തു എന്ന് ഹസൻ ബസരി പറയുന്ന ഒരു യുദ്ധത്തിൽ അന്ന് 300 സ്വഹാബികൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് കേട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായത് ഈ ഹദീസിൽ നിന്നാണ്. എന്താ? ബാബു ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബനി ഹാദാ സയ്യിദുൻ. ഇന്ന ബനി ഹാദാ സയ്യിദുൻ എന്നൊരു ബാബു വരാൻ പോകുന്നുണ്ട് ബുഖാരിയിൽ. ആ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതിൽ അൻ അലി ഇബ്നു അബ്ദില്ലാഹി അൻ സുഫിയാന അൻ ഇസ്രായില എന്നാണ് ആ സനദിൽ വരാൻ പോകുന്നത്. അങ്ങനെ ഹദീസ് കണ്ട് പറയാണ് ഫീ ഖാലൽ ഹസനു, ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഖദ് സമീഅതു അബാ ബക്രത ഖാല ബൈനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു, ബൈനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ഇലാ ആഖിരി എന്ന് ഹസൻ ബസരി പറയാണ്. അബൂബക്രത്തിനെ ഞാൻ കേട്ടു എന്ന്.
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. അവിടെ ചില ആളുകൾ പറയുന്നുണ്ട് ഹസൻ ബസ്രി റളിയല്ലാഹു, അവിടെ പറഞ്ഞ ഹസൻ എന്ന് പറഞ്ഞത് ഹസൻ ബസ്രി അല്ല, വേറെ ഹസനാണ്. അതല്ല ഇമാം ബുഖാരി തള്ളുകയാണ്. ഇമാം ബുഖാരി ഒരു കാര്യം തള്ളിക്കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ അത് അങ്ങനെ ആവാ ചർച്ച ചെയ്യണമെങ്കിൽ ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് അവിടെ നിർത്തലാണ് നല്ലത്. അപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വക്കൽ നിന്ന് നേരിട്ട് ഹദീസ് കേട്ടിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൽ നിന്നുള്ള നേതാവാണ്, ഫുളല ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ മുഹദ്ദിസീങ്ങൾക്കൊരു ചർച്ചയുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഹസൻ ബസരി ബസറയിലെ അല്ല, അബൂബക്കർ റളിയല്ലാഹു അൻഹു ബസറയിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് അവിടുത്തെ അമീറായി നിൽക്കുന്നത് ഒരു മഹാനായ സ്വഹാബിയാണ്. ആ സ്വഹാബിയെ സംബന്ധിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു തെറ്റിദ്ധാരണയിൽ കുടുങ്ങി, അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം സത്യധാരണയിൽ കുടുങ്ങി. ഹസൻ ബസരിയുടെയും അമീറായ സ്വഹാബിയുടെയും രണ്ടും സ്വഹാബിയാണ്. വീടുകൾ അടുത്തടുത്താണ്. രണ്ടാളുടെയും വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ജനവാതിലുണ്ട്. ഒരു കാറ്റിന് ഹസൻ ബസരി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനൽ തുറന്നു. ഹസൻ ബസരി ജനലിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ മറ്റേ ജനലും തുറന്നു വച്ചിട്ടുണ്ട്, സ്വഹാബിയുടെ ജനലും തുറന്നു വച്ചിട്ടുണ്ട്, അമീറിൻ്റെ ജനൽ തുറന്നു വച്ചിട്ടുണ്ട്. അവിടെ അമീർ സംഭോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നിലക്കാണ് കാണുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് ആ പ്രദേശത്ത് അറിയപ്പെട്ട ഉമ്മു ജമീൽ എന്ന് പറയുന്ന ഒരു നല്ല അഭിപ്രായമില്ലാത്ത പെണ്ണ് ആ വീട്ടിലേക്ക് കയറി പോയിരുന്നു. അത് കണ്ടവർ പലരും ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന അവരുടെ കുടുംബക്കാർ, കൂട്ടുകാർ, ജ്യേഷ്ഠ സഹോദരൻ, ഇങ്ങനെ പലരും ഉണ്ട്. അവരെല്ലാവരും വിളിച്ച് കാട്ടിക്കൊടുത്തതാ നമ്മുടെ അമീർ വ്യഭിചരിക്കുന്നു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞപ്പോൾ 4 ആൾ കണ്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതി, ഞങ്ങൾ അമീർ, സ്വഹാബിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇവിടെ വെച്ച് വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് കത്തെഴുതി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ, ആ സ്വഹാബിയാണെങ്കിൽ പിന്നീട് കുളിച്ചു നിസ്കരിക്കാൻ വേണ്ടി ഇമാമായി വരുമ്പം നിങ്ങൾ ഇനി ഇമാം നിൽക്കരുത് എന്ന് പറഞ്ഞ് തടയുകയും ചെയ്തു. ഞാൻ കത്തെഴുതിയിട്ടുണ്ട്, മറുപടി വരട്ടെ, വിഷയം അവിടെ പറഞ്ഞില്ല. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ ബസറയിലേക്ക് അയക്കുകയും ഈ അമീറിനെയും അബൂബക്കറിനെയും അവരെ സാക്ഷികളെയും വിളിക്കുകയും ചെയ്തു. സാക്ഷി വിസ്താരം കഴിഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യങ്ങളുടെ മുമ്പിൽ 4 സാക്ഷികളിൽ നിന്നുള്ള ഒരാൾ സാക്ഷ്യം വഹിക്കുന്നതിൽ നിന്ന് പിന്മാറി. വ്യഭിചാരത്തിലേക്ക് സാക്ഷി നിൽക്കണമെങ്കിൽ 4 ആൾ വേണം. 3 ആൾ സാക്ഷ്യം വഹിച്ചു, 1 ആൾ പിന്മാറി. പിന്മാറിയപ്പം 4 ആൾക്കുള്ള എണ്ണം തേഞ്ഞില്ല. സാക്ഷികൾക്കുള്ള എണ്ണം തയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ഈ സാക്ഷ്യം വഹിച്ച ആളുകളെ ഖദ്ഫിൻ്റെ അടിക്കണം. അങ്ങനെ ഇവരോട് 4ാമത്തെ ആളെ ഹാജരാക്കാൻ പറഞ്ഞപ്പം അതിന് കഴിയാത്തതിൻ്റെ പേരിൽ ഇവരെ 3 ആളെയും ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കം ഖദ്ഫിൻ്റെ 80 അടി അടിച്ചു. പരിശുദ്ധ ഖുർആൻ ഖദ്ഫിൻ്റെ അടി അടിച്ചവരെ സംബന്ധിച്ച് പറയുന്നത്, ഒരു കാലത്തും അവരുടെ വക്കൽ നിന്ന് പിന്നീട് ഷഹാദത്ത് സ്വീകരിക്കാൻ പാടില്ല. വല്ലദീന യർമൂനൽ മുഹ്സനാതി ثم لم يأتوا بأربعة شهداء
ഫജ്ലിദൂഹും 80 ജൽദ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ വഉലൈക ഹുമുൽ ഫാസിഖൂൻ. മുഹ്സനാത്തിന് ഖദ്ഫ് പറയുകയും എന്നിട്ട് 4 സാക്ഷികളെ കൊണ്ടുവരികയും ചെയ്യാതിരിക്കുന്നവരെ 80 അടിക്കണം. അവരുടെ ഷഹാദത്തിനെ ഒരിക്കലും അംഗീകരിക്കരുത്. അവർ ഫാസിഖീങ്ങൾ തന്നെയാണ്. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അതിൻ്റെ ശേഷം തൗബ ചെയ്യുകയും വളരെ നല്ലവരായി സ്വാലിഹീങ്ങളായി ജീവിക്കുകയും ചെയ്തവർ വെച്ച് അവർ ഫാസിഖീങ്ങളല്ല, അവരുടെ ഷഹാദത്ത് സ്വീകരിക്കാം. ഇവിടെ ഉസൂൽ ഖിലാഫുണ്ട്. ഇല്ലല്ലദീന എന്ന് പറഞ്ഞാൽ ഇല്ല ഇസ്തിസ്ന എന്തിലേക്ക് വന്ദിച്ചതാണ്? ഷാഫി മദ്ഹബ് പ്രകാരം മുമ്പ് പറഞ്ഞ എല്ലാത്തിലേക്കും വാദിക്കും. അപ്പോൾ ലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ, ഒരു കാലത്തും ഷഹാദത്ത് സ്വീകരിക്കരുത് അവരുടെ. ഇല്ലല്ലദീന താബൂ, തൗബ ചെയ്ത 80 അടിക്കപ്പെട്ട ആളുകൾ തൗബ ചെയ്ത് ആലോചിച്ച് തൗബ ചെയ്ത ഷഹാദത്ത് സ്വീകരിക്കാം. വഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് ഫാസിഖീങ്ങൾ. ഇല്ലല്ലദീന താബൂ, തൗബ ചെയ്ത് ആലോചിച്ച് തൗബ ചെയ്താൽ ഫാസിഖീങ്ങളല്ല. ഇതാണ് ഷാഫി മദ്ഹബ്. ഇല്ല രണ്ടിലേക്കും മടങ്ങും. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് പ്രകാരം ഇല്ല തൊട്ട് മുമ്പുള്ളതിലേക്കേ മടങ്ങുള്ളൂ. അപ്പം അവർ മാത്രമാണ് ഫാസിഖീങ്ങൾ. ഇല്ലല്ലദീന താബൂ, തൗബ ചെയ്തോഴിച്ച് തൗബ ചെയ്ത് നന്നായാൽ അവർ ഫാസിഖീങ്ങളല്ല എന്നുള്ള അവസ്ഥയുള്ളൂ. പിന്നെ ഖിയാമത്ത് നാൾ വരെ ഷഹാദത്ത് സ്വീകരിക്കുള്ളോടത്തേക്ക് ഇല്ല വാദകല്ല. അത് ഉസൂലുള്ള ഖിലാഫാണ്. എന്തായാലും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ തൗബ ചെയ്യണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തെറ്റിയിട്ടില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷേ എണ്ണം അറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ എൻ്റെ മേൽ ഹദ്ദ് പാസ്സാക്കി. ഞാൻ തൗബ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റൊരു 2 ആൾ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്തു. മുന്നത്തവർ തൗബ ചെയ്തില്ലേ നിങ്ങളെ ഷഹാദത്ത് ഞാൻ സ്വീകരിക്കൂല, തൗബ ചെയ്താലേ സ്വീകരിക്കുള്ളൂ. എന്നാൽ പിന്നീട് ഒരു കാരണവശാലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വിഷയത്തിലും സാക്ഷിക്ക് നിൽക്കലില്ല. ആ ഒരു സംഭവത്തോട് കൂടെ മഹാനവറുകൾ പിന്നീട് ഇബാദത്തിലേക്ക് മാത്രം മുഴുകി. ഇബാദത്തിൽ മാത്രമായി ബസറയിൽ അതുപോലെ ഇബാദത്ത് ചെയ്യുന്ന മറ്റൊരാളും ഇല്ലാതെയായി. പലപ്പോഴും പല ആളുകളും അവരെ സാക്ഷിക്ക് വേണ്ടി വിളിക്കുമ്പോൾ പല കേസിലും സാക്ഷിക്കേണ്ട, പല വിഷയത്തിനും സാക്ഷി നിൽക്കേണ്ട ഘട്ടങ്ങളുണ്ടല്ലോ. അവർ പറയും, നിങ്ങൾ എന്നെ ഫാസിഖീങ്ങളാക്കിയില്ലേ, അതുകൊണ്ട് ഞാൻ നിൽക്കണില്ല. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതിൽ മഹാനവറുകൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കലാണ്. ഇവിടെ ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ മഹാനായ സ്വഹാബിയുടെ റിവായത്ത് സ്വീകരിക്കുമോ? റിവായത്ത് സ്വീകരിക്കാഞ്ഞാൽ ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്തില്ലേ? മഹാന്മാരായ ആരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യാത്തവരായ ബഹുമാനപ്പെട്ട അബൂബക്കറത്ത് അവർ പറയുന്നത് എന്താ? മഹാനവറുകൾ കാദിഫ് എന്ന് മൂപ്പരെ സംബന്ധിച്ച് പറയാൻ പറ്റൂല. ഖദ്ഫ് ചെയ്തിട്ടില്ല മഹാനവറുകൾ. മഹാനവറുകൾ ചെയ്ത അവരെ കണ്ണുകൊണ്ട് കണ്ടത് അവർ സാക്ഷ്യം വഹിച്ചു. അത് തന്നെ ഒരിക്കലും ആ അമീറിനോട് നേരിട്ട് പോലും നിങ്ങൾക്ക് വ്യഭിചാരിയാണ് എന്നോ അല്ലെങ്കിൽ ആരോടും അങ്ങനെ പറയുകയോ ചെയ്തിട്ടില്ല. ഒരു തമ്മാടിത്തരത്തിൻ്റെ സ്വഭാവത്തിൽ കൂടെ അവരോട് യാ സാനി എന്നോ ഇല്ല അതിലേക്ക് ക്ഷണിക്കുന്ന വാക്കോ പറഞ്ഞില്ല. വിഷയം കണ്ടപ്പം നേരിട്ട് അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചപ്പോൾ തെളിവിടെ കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ പേരിൽ അവർക്ക് അടികിട്ടേണ്ടി വന്നു. മഹാനായ അമീർ പറഞ്ഞത് എന്താ? അത് എൻ്റെ ഭാര്യയായിരുന്നു. ഭാര്യനെ മറ്റേ അവിടെ നടക്കുന്ന അമീറന്മാരെ വാതുക്കൽ ചെല്ലുന്ന ആ പെണ്ണാണെന്ന് ധരിച്ചത് ഇവരടുത്തുള്ള തെറ്റാണ്. അങ്ങനെയാണ് അമീർ ആ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത്. ഇവർ പറഞ്ഞത് ആ പെണ്ണ് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഇവർക്ക് ഷഹാദത്തിന് കഴിഞ്ഞില്ല, തെറ്റയോടെ വന്ന് പോയിട്ടുണ്ട്. എന്തായാലും മഹാനവറുകൾ അവിടെ മഹായിമാമിങ്ങൾ വിശദീകരിക്കുന്നത് ഹദീസ് റിപ്പോർട്ട് ചെയ്യലും റിവായത്തും ഷഹാദത്തും രണ്ടും രണ്ടാണ്. റിവായത്തിനേക്ക് മഹാന്മാരായ സ്വഹാബിയായാൽ മതി. അവരവക്കൽ നിന്ന് വന്നുപോയ ഈ ഒരു ഖദ്ഫ് മഹ്ദൂദായതിൻ്റെ പേരിൽ മാത്രം അവർ ഹദീസ് തള്ളാൻ പറ്റൂല. അവർ പരിശുദ്ധ ഖുർആൻ ഹദീസുകൾ സ്വഹാബത്തിനെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് ഇതുപോലെയുള്ള ധാരാളം ആയത്തുകൾ
അതുപോലെ തന്നെ സ്വഹാബത്തിനെ സംബന്ധിച്ച് ഹദീസിൽ വാരിതായ പ്രത്യേകം തസ്കിയത്തുകൾ. അതുകൊണ്ട് സ്വഹാബിയായതിൻ്റെ പേരിൽ അവരുടെ അദാലത്തിനെ പറ്റി സ്വീകരിക്കേണ്ടതില്ല. മറ്റുള്ള കാര്യങ്ങൾ അത് അതാതിൻ്റെ വഴിക്ക് അതാതിൻ്റെ നിയമപരമായിട്ട് നീങ്ങുന്നതാണ്. അതിൻ്റെ പേരിൽ അവരെ തള്ളാൻ പാടില്ല. ഒരു മഹാനായ സ്വഹാബിയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ധാരാളം പ്രശംസിച്ചിട്ടുണ്ട്. ഒരാൾ പോലും ഹദീസ് തള്ളണമെന്ന് പറഞ്ഞിട്ടില്ല. ഇജ്മാ ആണ് സ്വഹാബത്തിൻ്റെ ഇമാമിങ്ങളുടെ സ്വഹാബത്തിൻ്റെ ഇജ്മാ, സ്വഹാബത്തിൻ്റെയും അതിന് ശേഷമുള്ള അയിമ്മത്തിൻ്റെയും ഇജ്മാ ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് റിവായത്ത് സ്വീകരിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനുകൾ വലിയ മഹാനാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നും കൂടി ആവർത്തിച്ച് പറയട്ടെ, പഠിക്കുന്നവർക്ക് പഠിക്കാൻ വേണ്ടി ഒരു ചൂണ്ട ഇട്ടു തന്നു എന്നേ ഉള്ളൂ. വിഷയത്തെപ്പറ്റി ദീർഘമായ പഠനങ്ങൾ മഹാന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നോക്കണം. അവരെ സംബന്ധിച്ച് ഒരു കാരണവശാലും കദ്ഫ് പറഞ്ഞവൻ എന്ന് പോലും പറയാൻ പാടില്ല. കാരണം അവർ കദ്ഫ് പറഞ്ഞിട്ടില്ല. അവർ കണ്ട വിഷയം സാക്ഷി ആവാൻ ഷഹാദത്തിന് വേണ്ടി അമീറിനെ ഖലീഫയെ അറിയിക്കുകയും ഖലീഫ വിളിക്കുകയും ചെയ്തു. എണ്ണം തികയാത്തിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. അല്ലാഹു തആല മഹാന്മാരെ സംബന്ധിച്ച് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.